സോ ആദിയോഗി എന്ന് പറയുന്നത് ഈശ യോഗ സെൻറ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മാത്രമാണ്. സോ ആദിയോഗി സ്റ്റാച്യു, അവിടെയുള്ള ആ ഒരു ആദിയോഗി ദിവ്യദർശനം, അതൊരു ശിവൻ്റെ ഒരു കഥ പറയുന്നു, ഹൗ യോഗ സ്റ്റാർട്ടഡ്. നമ്മളിവിടെ മഹാദേവ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് ഒരു ദൈവമായിട്ടല്ല ആ ഒരു യോഗി കൾച്ചറിൽ കണക്കാക്കുന്നത്. പക്ഷേ യോഗ ആദ്യമായി ആളുകളിലേക്ക് എത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ആദിയോഗി. അതുകൊണ്ടാണ് ആദിയോഗി എന്ന് വിളിക്കുന്നത്, ആദിത്യ യോഗി. സോ ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ. സോ നമ്മൾ ആദിയോഗി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു തീർത്ഥയാത്ര പോവുകയാണെങ്കിലും ഒരു പുണ്യസ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ടെമ്പിളിലേക്ക്, ഒരു കോൺസെക്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക്, ഒരു പവർഫുൾ സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം എപ്പോഴും നമ്മുടെ പരമ്പരാഗതമായിട്ട് എപ്പോഴും ഉള്ളൊരു കാര്യം നമ്മൾ ആദ്യം കുളിക്കണം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തീർത്ഥകുണ്ടമുള്ളത്. സോ തീർത്ഥകുണ്ടം 2 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. സോ ആദ്യം വരുമ്പോൾ തന്നെ കുളിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, ഒരു കോൺസെക്രേറ്റഡ് വാട്ടർ. ആ ഒരു കോൺസെക്രേറ്റഡ് സ്പേസിൽ ഒരു സോൾഡിഫൈഡ് ലിംഗയാണ് അതിനകത്തുള്ളത്. സോ അത് ആ ഒരു സ്പേസിൽ നമ്മൾ കുളിക്കുന്നത് തന്നെ പെട്ടെന്ന് നമുക്കുള്ളൊരു ഉന്മേഷം തോന്നും. സഡൻലി യു ഫീൽ മച്ച് റിഫ്രഷ്ഡ്. തോന്നിയായിരുന്നു? തീർച്ചയായിട്ടും. സോ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇവിടെ ആശ്രം വിസിറ്റിനൊക്കെ വരുന്ന ആൾക്കാർ രാത്രി ഉറങ്ങാണ്ട് ബസ്സിൽ കയറുന്ന വളരെ ബുദ്ധിമുട്ടി ഒരല്പം നീരസത്തോടു കൂടിയായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം അവരെ പറഞ്ഞു വിടുന്നത് തീർത്ഥകുണ്ടത്തിലേക്കായിരിക്കും. തീർത്ഥകുണ്ടത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവർ എല്ലാവരും പ്ലസൻ്റ് ആവും. ദേ ഫീൽ മച്ച് എനർജറ്റിക് ആൻഡ് ദേ ഫീൽ മച്ച് യങ്ങർ ഓൾസോ. സോ തീർത്ഥകുണ്ടത്തിൽ കുളിച്ചതിന് ശേഷമാണ് നമ്മൾ കോൺസെക്രേറ്റഡ് സ്പേസ്, 2 ടെമ്പിൾസാണുള്ളത്. ഒന്ന് ലിംഗഭൈരവി ദേവി ടെമ്പിൾ ആൻഡ് അതിനുശേഷം ധ്യാനലിംഗ ടെമ്പിൾ. സോ ഈ 2 സ്പേസിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഈ ഒരു പ്രിപ്പറേഷനാണ് തീർത്ഥകുണ്ടം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളൊരു വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വീകാര്യക്ഷമത, നമ്മുടെ റിസെപ്റ്റിവിറ്റി ഒരുപാട് വർദ്ധിക്കും. സോ അതിനുശേഷം ആദ്യം നമ്മൾ ഒരു പ്രദക്ഷിണമായിട്ട് ധ്യാനലിംഗത്തിന് ചുറ്റും പോകുമ്പോൾ ദേവി ടെമ്പിളുണ്ട്, ലിംഗഭൈരവി ദേവി ടെമ്പിൾ. സോ ലിംഗഭൈരവി ദേവി ടെമ്പിൾ മോർ ഓഫ് എ ഫെമിനൈൻ എനർജി, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഒരു റോ എനർജിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അകത്ത് കയറുമ്പോൾ മുഖത്തടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമുക്കത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ദേവി ടെമ്പിളിൽ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ലേഡീസ് മാത്രമാണ് പൂജ ചെയ്യുന്നത്. സോ എൻ്റെ ടെമ്പിൾ, ദേവി ടെമ്പിൾ ഈസ് ടേക്കൺ കെയർ ബൈ ലേഡീസ് ഓൺലി. ജെൻസിൽ അവിടെ പുരുഷന്മാർക്ക് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല. സോ എല്ലാം ലേഡീസ് തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. പൂജയായാലും അവിടുത്തെ ക്ലീനിങ് ആയാലും എല്ലാ ആസ്പെക്ട്സും ലേഡീസ് തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. സോ ദേവി ടെമ്പിൾ മോർ ടുവേർഡ്സ് യുവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് എന്ന് പറയാം. മെറ്റീരിയൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് ദേവി ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈശായോഗ സെൻറ്ററിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. ഇതിനെയാണ് ധ്യാനലിംഗം എന്ന് പറയുന്നത്. സദ്ഗുരു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ധ്യാനലിംഗം പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയും അതുല്യമായിട്ടുള്ളൊരു പ്രതിഷ്ഠ, ഒരു പ്രാണപ്രതിഷ്ഠയാണ് ധ്യാനലിംഗം നിർമ്മിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് ധ്യാനലിംഗത്തിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ യുണീക്കാണ്. ആ ഡോം നോക്കിക്കഴിഞ്ഞാൽ അതിൽ സിമൻറ്റോ അങ്ങനത്തെ യാതൊരു സ്റ്റീലോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ബ്രിക്ക് ആൻഡ് ലൈം മാത്രം ഉപയോഗിച്ചാണ് ആ ഡോം എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഓർഗാനിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു സ്ട്രക്ചറാണ്. സോ ധ്യാനലിംഗം അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളവിടെ പൂജയോ അല്ലെങ്കിൽ ആരാധനയോ അല്ലെങ്കിൽ ഒന്നും തന്നെയില്ല, മന്ത്രങ്ങളോ ഒന്നും തന്നെയില്ല. വെറുതെ നിശബ്ദരായിരിക്കുക. വെറുതെ കണ്ണുകളടച്ച് നിശബ്ദമായി ഇരുന്നാൽ തന്നെ ധ്യാനം എന്താണോ അത് സ്വാഭാവികമായി നമുക്കുള്ളിൽ സംഭവിക്കും. ഇതാണ് ധ്യാനലിംഗത്തിൻ്റെ ആ ഒരു ഊർജ്ജത്തിൻ്റെ ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത്. ദാറ്റ് നമ്മളവിടെ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമില്ല, അത് നമുക്കുള്ളിൽ സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ സെർട്ടൻ വേ ഓഫ് ബീയിങ് ആക്ച്വലി വിത്തിൻ അവർ സെൽസ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മെഡിറ്റേഷൻ ആവില്ല. സോ ആ ഒരു എനർജി സ്പേസിലിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. പക്ഷേ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണെങ്കിലും അത് വളരെ സട്ടിലായിട്ടുള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഒരാൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒന്നുമില്ലല്ലോ എന്ന് തോന്നും. വെറുതെ കണ്ണടച്ചിരിക്കണം എന്നിട്ട് പോകണമെന്ന് തോന്നും. എന്തിനാണ് ഇത്രയും വളരെ സ്ട്രിക്റ്റായിട്ട് കണ്ണടച്ചിരിക്കേണ്ടതെന്ന് തോന്നിയേക്കാം. അങ്ങനെ തോന്നിയേക്കാം. കാരണം അത് ഒരല്പം സൂക്ഷ്മമായിട്ടുള്ളൊരു ഊർജ്ജമാണ്. പക്ഷെ നമ്മളവിടെ കൂടുതൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ചേഞ്ച് മെനി തിങ്സ് വിത്തിൻ യു. ദാറ്റ് ഈസ് ഹൗ മൈ എക്സ്പീരിയൻസ് ഹാസ് ബീൻ. വെറുതെ കണ്ണുകളടച്ചിരുന്നാൽ തന്നെ എന്താണ് സംഭവിക്കേണ്ടത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇറ്റ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ സ്പേസ്. സോ ധ്യാനലിംഗം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക്
ആശ്രമത്തിനകത്തേക്ക് റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടുള്ള സ്പേസ്. സോ ഈ പറഞ്ഞ ആദിയോഗി, തീർത്ഥകുണ്ഡം, ധ്യാനലിംഗ, ലിംഗഭൈരവി ഇവിടെ എല്ലാവർക്കും ആക്സസിബിളാണ്. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ പബ്ലിക്കിനായാലും ആശ്രമത്തിലുള്ളവർക്കായാലും ആർക്ക് വേണമെങ്കിലും ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. സോ അതിന് ശേഷം ഉള്ളിലേക്ക് പോകുമ്പോഴാണ് റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ പബ്ലിക്കിന് അലൗഡ് അല്ല, കാരണം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്കും അവിടെ വരുന്ന വോളണ്ടിയേഴ്സിനും വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ആശ്രമം എന്ന് പറയുന്ന ആ ഒരു ഭാഗം. സോ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് റെസിഡൻഷ്യൽ സ്പേസസ്, ബിൽഡിങ്സ് ഉണ്ട്. ആളുകൾ താമസിക്കാനുള്ളൊരു സ്പേസാണ്. കാരണം 2500 മുതൽ 3000-ഓളം ആൾക്കാർ ദിവസവും ഇവിടെ ഉണ്ടാവും എപ്പോഴും. അറ്റ്ലീസ്റ്റ് ഒരു 2000 വോളണ്ടിയേഴ്സ് എപ്പോഴും ഇവിടെ ഉണ്ടാവും. പിന്നെ ഡെയിലി പോയിട്ട് വരുന്ന ആൾക്കാർ ഒരു 500 to 1000 പീപ്പിൾ ഉണ്ടാവും. ഷോർട്ട് ടേം വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ്, അഡ്വാൻസ് പ്രോഗ്രാംസിന് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരെല്ലാം വന്നും പോയിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു 3000 പീപ്പിൾ എപ്പോഴും ഈശ യോഗ സെൻറ്ററിലുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള താമസിക്കാനുള്ള സ്ഥലം, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. കാരണം എല്ലാവരും സെപ്പറേറ്റ് ഒന്നും കുക്ക് ചെയ്യാറില്ല. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസാണുള്ളത്. അക്ഷയ എന്ന് പറയും. നമ്മുടെ കിച്ചണിനെ അക്ഷയ എന്നാണ് പറയുന്നത്. അവിടെയാണ് എല്ലാവർക്കും വേണ്ടി, ആശ്രമത്തിൽ എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യുന്നത്. ആൻഡ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഡൈനിങ് ഹാളിനെ ഭിക്ഷാ ഹാൾ എന്ന് പറയും. കാരണം ആശ്രമം ആയതുകൊണ്ട് ഇതൊരു ഭിക്ഷയാണ്, ഭിക്ഷയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഭിക്ഷാ ഹാളിൽ വന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാം. ആൻഡ് ഇവിടുത്തെ ദിനചര്യ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ ഒരു യോഗ സെൻ്ററാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, യോഗയാണ് മെയിനായിട്ടുള്ള ഒരു പ്രവൃത്തി. സോ രാവിലെ എല്ലാവർക്കും യോഗ സാധനയുണ്ട്. സോ രാവിലെ 5:30 ഗുരുപൂജയ്ക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. സോ 4:30-5 മണിയാകുമ്പോൾ എല്ലാവരെയും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എഴുന്നേൽപ്പിച്ച് വിടും. സോ 5:30 എല്ലാവരും ഷാർപ്പായിട്ട് ഗുരുപൂജ അറ്റൻഡ് ചെയ്യണം. ഗുരുപൂജ അറ്റൻഡ് ചെയ്തതിന് ശേഷം സാധന, എല്ലാവർക്കും അവരവരുടെ സാധന പ്രാക്ടീസസ് ചെയ്യാം. ഇപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്തവരാണെങ്കിൽ ശാംഭവി മഹാമുദ്ര അവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ പല അഡ്വാൻസ് പ്രോഗ്രാം ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ എക്സ്ട്രാ സാധനം എല്ലാം ഉണ്ടാവും. അതവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒരു 8:30, 9 o'clock ആകുമ്പം അവരുടെ ആക്ടിവിറ്റീസ് എന്താണോ അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ജനറൽ വോളണ്ടിയറിങ് വരുന്നവർക്കാണെങ്കിൽ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ആ ഒരു ദിവസത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ ആശ്രമത്തിൽ നിന്ന് കൊടുക്കും. സോ ദേ ക്യാൻ ബി ഇൻവോൾവ് ഇൻ ദ സേവ. ഇവിടെ ഭക്ഷണം 2 നേരമാണ്. സോ 3-4 നേരം ഭക്ഷണം ഇവിടെ ആശ്രമത്തിലില്ല. സോ രാവിലെ 10 മണിക്ക് നമ്മുടെ ആദ്യത്തെ ഭക്ഷണമാണ്. സോ അതിനെ ബ്രഞ്ച് എന്ന് പറയും. സോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്രഞ്ചാണ് രാവിലെ 10 മണിക്ക്. ആൻഡ് വൈകുന്നേരം രണ്ടാമത്തെ ഭക്ഷണം ഡിന്നർ. സോ ഇത് രണ്ടും മാത്രമാണ് നമുക്ക് ഭക്ഷണമായിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ആർക്കെങ്കിലും ഒരുപാട് വിശക്കുന്നുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ടാവും, ജ്യൂസ് കുടിക്കാം. സോ ഇതാണൊരു ദിനചര്യയായിട്ട് നോക്കുമ്പോൾ. ആൻഡ് ഈവനിങ് അഗെയിൻ സാധന ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആയതുകൊണ്ട് തന്നെ ഗെയിംസ് ഉണ്ടാവും. ഈവനിങ് ടൈമിൽ ഗെയിംസ്, അങ്ങനെ പല പല എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവും. പലരും വാക്കിംഗ്, എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. യോഗയുടെ കൂടെ തന്നെ പല എക്സ്ട്രാ ആക്ടിവിറ്റീസും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവിടെ സിലമ്പം പഠിപ്പിക്കുന്നുണ്ട്, കളരി പഠിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ സ്വിമ്മിങ് ഉണ്ട്. സോ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. അവരവരുടെ ശാരീരികമായിട്ടുള്ള ആ ഒരു നീഡ് അനുസരിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം.